ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. വിരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീം ഉദ്ഘാടനം ചെയ്തു. കപട പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബികളും വനം വകുപ്പും ദേശീയപാത വികസനത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രതിഷേധ സൂചകമായി ലീഗ് അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. ലീഗ് ഹൗസിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഇരുമ്പുപാലം ടൗണിൽ വഴി തടഞ്ഞു. ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എം. സലീം ഉദ്ഘാടനം ചെയ്തു. ഇത് വനഭൂമിയല്ലെന്നും 50-50 രണ്ട് സൈഡിലും 50 വീതം 100 മീറ്റർ പൊതുമരാമത്ത് പുറമ്പോക്കുണ്ടെന്നും സുപ്രീം ഹൈക്കോടതിയിലെ ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായി അതിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനം വകുപ്പിന് വേണ്ടി വീണ്ടും ഒരു അഫിഡവിറ്റ് ചെയ്യുകയാണ്. ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ന്യായമാണ്. അവിടെ അനധികൃതമായ വനം സ്വീകരണവും വനം മുറിക്കലും റോഡ് നിർമ്മാണത്തിന് പേര് നടന്നുകൊണ്ടിരിക്കുന്നു. ഹർജി അനുവദിച്ചു കൊടുക്കാവുന്നതാണ് എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്ന സിവിൽ ചട്ടം സ്നേഹന്മാരെ ഉണ്ടാകുന്നു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉപരോധ സമരത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി.എ. ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ.എം. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എസ്. സിയാദ്, ടി.കെ. നവാസ്, എം.ബി. സൈനുദ്ദീൻ, വി.എ. റസാഖ്, കെ.എസ്. അബ്ദുൽ കലാം, അനസ് ഇബ്രാഹിം തുടങ്ങി നിരവധി ലീഗ് നേതാക്കൾ സമരത്തിൽ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.